കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് കഥ കേൾക്കുന്നത് ഇഷ്ടമാണല്ലോ. എങ്കിൽ നമുക്കിന്നൊരു ചെറിയ കഥ കേട്ടാലോ? ഇന്നത്തെ കഥയുടെ പേര് ജോണിക്കുട്ടി ദ ഗ്രേറ്റ്. പ്രകൃതിരമണീയമായ ഒരു കൊച്ചു ഗ്രാമം. അവിടെ വിദ്യാഭ്യാസം, ആശുപത്രി എന്നിവ ഉൾപ്പെടുന്ന പ്രാഥമിക സൗകര്യങ്ങൾ മാത്രമേ ലഭിക്കാറുള്ളൂ. അതിൽ കൂടുതൽ ആവശ്യങ്ങൾ വേണ്ടിവരുമ്പോൾ വളരെ അകലെയുള്ള വലിയ ഗ്രാമങ്ങളിൽ പോകേണ്ടിവരും. കൃഷിയും കുടിൽ വ്യവസായങ്ങളുമാണ് അവിടുത്തെ ജനങ്ങളുടെ ഉപജീവനമാർഗം. പിന്നെ അന്യഗ്രാമത്തിൽ നിന്നും വന്ന് ഇവിടെ താമസിച്ച് കച്ചവടം നടത്തുന്ന അനേകം കച്ചവടക്കാരുമുണ്ട്. ഉന്നത വിദ്യാഭ്യാസം നേടാൻ ആഗ്രഹിക്കുന്നവരെല്ലാം അകലെയുള്ള ഗ്രാമങ്ങളിൽ പോയി പഠിക്കും. പിന്നെ അവർ തിരിച്ചുവരില്ല. എല്ലാ മതവിഭാഗത്തിലുമുള്ള ആൾക്കാർ ഇവിടെയുണ്ട്. പക്ഷേ വലിയ ആരാധനാലയങ്ങളൊന്നും ഇവിടെയില്ല. എങ്കിലും എടുത്തു പറയാനുള്ളത് കുറച്ചു നാളുകളായി തുടങ്ങിയ ഒരു പള്ളി മാത്രം. ഈ ഗ്രാമത്തിലാണ് നമ്മുടെ കഥയിലെ നായകൻ ജോണിക്കുട്ടി ജനിച്ചത്. അവന്റെ വയസ്സ് കൂടുന്നെങ്കിലും അതിനനുസരിച്ചുള്ള പൊക്കം വയ്ക്കുന്നില്ല. അതാണ് അവന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇനിയൊരു സത്യം പറയട്ടെ, ജോണി എന്നാണ് അവന്റെ യഥാർത്ഥ പേര്. ഉയരം കുറവായതു കാരണമാണ് എല്ലാ പേരും അവനെ ജോണിക്കുട്ടി എന്ന് വിളിക്കുന്നത്. വേറെ വട്ടപ്പേരൊന്നും ഇട്ട് വിളിക്കാതെ ജോണിക്കുട്ടി എന്ന് വിളിക്കുന്നത് കേൾക്കാൻ അവന് സന്തോഷം തന്നെയാണ്. എങ്കിലും ഉയരക്കുറവെന്നും അവന്റെ ഉള്ളിൽ ഒരു വലിയ വിഷമമായി നിലകൊണ്ടു. ചെറിയ കാര്യങ്ങളായാൽ പോലും നിനക്ക് കഴിയില്ല എന്ന് പറഞ്ഞു സ്കൂളിലും വീട്ടിലും നാട്ടിലുമെല്ലാം അവനെ മാറ്റി നിർത്തും. അതവനെ വളരെയധികം വിഷമിപ്പിക്കും. അവന് 2 സഹോദരങ്ങളുണ്ട്. അവരും അവനെ എപ്പോഴും മാറ്റി നിർത്തും. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ജോണിക്കുട്ടി എപ്പോഴും ക്ലാസ് ഫസ്റ്റാണ്. പക്ഷെ അവനൊന്നും ആകാൻ കഴിയില്ല എന്നാണ് എല്ലാ പേരും കരുതുന്നത്. ആ ക്ലാസ്സിൽ വെച്ചാണ് അവന്റെ ജീവിതത്തിൽ വഴിത്തിരിവായ സംഭവമുണ്ടാകുന്നത്. ഒരു ദിവസം ക്ലാസ് ടീച്ചർ എല്ലാ പേരോടും വെറുതെ ചോദിച്ചു, ആരാകുവാനാണ് നിങ്ങൾക്കാഗ്രഹം? ജോണിക്കുട്ടി ചാടി എഴുന്നേറ്റു പറഞ്ഞു, എനിക്കൊരു ഡോക്ടർ ആകണം. എല്ലാ കുട്ടികളും ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. ടീച്ചറും ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് സ്കൂളിനടുത്ത പഴക്കടയിലെങ്കിലും ജോലി കിട്ടട്ടെ. ജോണിക്കുട്ടിയെ അത് വല്ലാതെ വേദനിപ്പിച്ചു. കൂടെ പഠിക്കുന്നവരുടെ കളിയാക്കിയുള്ള ചിരി കാണുമ്പോൾ ഇനി സ്കൂളിൽ പഠിക്കാൻ പോകണ്ട എന്നുവരെ അവൻ ചിന്തിച്ചു. അടുത്ത ദിവസം പലരുടെയും കളിയാക്കൽ കാരണം സ്കൂളിൽ കയറാതെ അവൻ അടുത്തുള്ള പള്ളിയുടെ പൂന്തോട്ടത്തിൽ ചെന്നിരുന്നു. അവന്റെ വിഷമം അത്ര വലുതായിരുന്നു. ഈ സമയം പള്ളിക്കുള്ളിൽ ഫാദർ ഒറ്റയ്ക്കിരുന്നു. കുട്ടികളെക്കൊണ്ട് അവതരിപ്പിക്കുവാനായി ദാവീദ് രാജാവ് ആട്ടിടയൻ ആയിരുന്നപ്പോഴുള്ള കഥ സംഭാഷണ രൂപത്തിൽ ഉറക്കെ പറഞ്ഞു ഒരു പേപ്പറിൽ എഴുതുകയായിരുന്നു. അന്നേ വരെ ദാവീദ് രാജാവിനെക്കുറിച്ചു ജോണിക്കുട്ടി കേട്ടിട്ടുണ്ടായിരുന്നില്ല. അവൻ ശ്രദ്ധയോടെ കേട്ടിരുന്നു. കഥ പൂർണ്ണമായപ്പോൾ ജോണിക്കുട്ടി പള്ളിക്കുള്ളിൽ ചെന്ന് ഫാദറിനോട് ചോദിച്ചു, ദാവീദിനെ രാജാവാക്കിയ ദൈവത്തിന് എന്നൊരു ഡോക്ടറാക്കുവാൻ കഴിയുമോ? ഫാദർ കഴിയും എന്ന് പറഞ്ഞിട്ട് അവന്റെ വിഷമങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കി. എന്നിട്ട് ഫാദർ ജോണിക്കുട്ടിയോട് പറഞ്ഞു, നീ ദൈവത്തെ എപ്പോഴും സ്നേഹിക്കും, അനുസരിക്കും എന്ന തീരുമാനമെടുത്താൽ ഉറപ്പായും ദൈവം നിന്നെ അനുഗ്രഹിക്കും. ദാവീദിനെ ചെറിയവനെന്നു പറഞ്ഞു ആടുമേക്കാൻ വിട്ടിരുന്നു. അവിടെ നിന്നും ദൈവം അവനെ തെരഞ്ഞെടുത്തു രാജാവാക്കി. അതുപോലെ നിന്റെ ആഗ്രഹവും ദൈവം നടത്തിത്തരും. ആരും കളിയാക്കുന്നത് ശ്രദ്ധിക്കണ്ട. സ്കൂളിൽ പോയി നന്നായിട്ട് പഠിക്കുക. എന്നാൽ എനിക്കും നിന്നെ സഹായിക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. ഫാദർ ഒരു കാര്യം കൂടി അവനോട് ആവശ്യപ്പെട്ടു. പള്ളിയിൽ അവതരിപ്പിക്കുന്ന ദാവീദിന്റെ കഥയിൽ നീ ദാവീദായി അഭിനയിക്കണം. ജോണിക്കുട്ടിക്ക് അത് കേട്ട് സന്തോഷമായി. അവൻ ഉടനെ തന്നെ സമ്മതിച്ചു. ഫാദർ പറഞ്ഞുകൊടുത്ത വരികളെല്ലാം അതിശയിപ്പിക്കും വിധം അവൻ പെട്ടെന്ന് പഠിച്ചു കാണാതെ പറഞ്ഞു. ഫാദറിനവനെ വളരെ ഇഷ്ടമായി. നാളെ മുതൽ എല്ലാ ദിവസവും സ്കൂളിൽ പോകണമെന്ന് അവനെ ഉപദേശിച്ചു. അങ്ങനെ ജോണിക്കുട്ടി കൂടുതൽ താൽപ്പര്യത്തോടെ പഠിച്ചു തുടങ്ങി. പ്രാർത്ഥനയുള്ള ദിവസങ്ങളിൽ എന്നും പള്ളിയിലുമെത്തും. പള്ളിയിലെ പ്രോഗ്രാമിൽ ജോണിക്കുട്ടി ദാവീദിനെ നല്ലവണ്ണം അവതരിപ്പിച്ചു. എല്ലാ പേർക്കും ഇഷ്ടമായി. സമ്മാനവും കിട്ടി. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ജോണിക്കുട്ടി പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി.
തുടർപഠനത്തിന് അവസരമില്ലല്ലോ എന്നവൻ വിഷമിച്ചിരുന്നു. കൂടെ പഠിച്ച എല്ലാ പേരും തുടർപഠനം നിർത്തി. എന്നാൽ ജോണിക്കുട്ടിയെ ദൈവം കൈവിട്ടില്ല. പള്ളിയിലെ ഫാദറിനെ അറിയാവുന്ന ഒരു കുടുംബം വന്നു ജോണിക്കുട്ടിയെ ദൂരെ ഗ്രാമത്തിൽ കൊണ്ടുപോയി തുടർന്ന് പഠിപ്പിക്കാമെന്ന് വാക്ക് പറഞ്ഞു. അവനത് കേട്ടപ്പോൾ സന്തോഷമായി. ദൈവത്തെ സ്തുതിച്ചു. ജോണിക്കുട്ടി അവരോടുകൂടെ ഗ്രാമം വിട്ടുപോയി. അനേകം വർഷങ്ങൾ കടന്നുപോയി. പള്ളിയിലെ ഫാദർ പ്രായം ചെന്ന് മരിച്ചു. നാട്ടുകാരെല്ലാം ജോണിക്കുട്ടിയെ മറന്നു തുടങ്ങി. അങ്ങനെയിരിക്കെ ദൂരെ നിന്നും ഒരാൾ വന്ന് സ്കൂളിനടുത്തെ അടഞ്ഞുകിടന്ന പഴയ പഴക്കുല കടയും സ്ഥലവും വാങ്ങിച്ചു. അവിടെ ഒരു ഹോസ്പിറ്റൽ നിർമ്മിക്കാൻ തുടങ്ങി. 1 വർഷം കഴിഞ്ഞു. നിർമ്മാണം പൂർത്തിയായി. ഉദ്ഘാടന ദിവസം വന്നെത്തി. നാട്ടുകാരെല്ലാം പുതിയ ഹോസ്പിറ്റൽ ഉദ്ഘാടനം കാണാനായി വന്നെത്തി. എല്ലാരും ഇതിന്റെ ഉടമയെ കാണാൻ നോക്കി നിന്നു. കുറെ കഴിഞ്ഞപ്പോൾ ഒരു കാറ് വന്നു നിന്നു. അതിൽ നിന്നും ഒരു വളർച്ചയിൽ കുറുകിയ ഒരു ഡോക്ടർ ഇറങ്ങി വന്ന് ഹോസ്പിറ്റൽ ഉദ്ഘാടനം നടത്തി എല്ലാ പേർക്കും മധുരം നൽകാൻ ഏർപ്പാടും ചെയ്തു. എന്നിട്ട് ഡോക്ടർ തന്നെ എല്ലാ പേർക്കും പരിചയപ്പെടുത്തി. ഞാനാണ് ജോണിക്കുട്ടി. വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ നിന്നും ദൂരെ പഠനത്തിന് പോയ ആ ചെറിയ കുട്ടി. ഇത് കേട്ടതും എല്ലാ പേർക്കും അതിശയമായി. അവന്റെ സഹോദരങ്ങൾ ഓടിവന്ന് അവനെ കെട്ടിപ്പിടിച്ചു. ആൾക്കൂട്ടത്തിൽ നിന്നും 1 വയസ്സായ ആൾ ഓടിവന്ന് ഡോക്ടറോട് പറഞ്ഞു, ജോണിക്കുട്ടി, യു ആർ ഗ്രേറ്റ്. ഡോക്ടർക്ക് ആളെ മനസ്സിലായില്ല. അയാൾ തുടർന്നു പറഞ്ഞു, ഡോക്ടറാകണം എന്ന് നിന്റെ ആഗ്രഹം പറഞ്ഞപ്പോൾ നിന്നെ കളിയാക്കി. സ്കൂളിനടുത്ത് പഴക്കടയിലെങ്കിലും ജോലി കിട്ടട്ടെ എന്ന് ആശംസിച്ച സാറാണ് ഞാൻ. പക്ഷേ ആ കട ഇന്ന് നീ ഒരു ഹോസ്പിറ്റലാക്കി. എന്നോട് നീ ക്ഷമിക്കണം. ജോണിക്കുട്ടി പറഞ്ഞു, സാറ് പറഞ്ഞ ആ വാക്കുകളാണ് എന്റെ ജീവിതം മാറ്റിമറിച്ചത്. എനിക്ക് സാറിനോട് ഒരു ദേഷ്യവുമില്ല. ആട്ടിടയനായ ദാവീദിനെ രാജാവാക്കിയ ദൈവം എന്നെയും ഒരു ഡോക്ടറാക്കി. ദൈവത്തിന് നന്ദി. ആ സാറ് ചെന്ന് സ്കൂളിലെ നോട്ടീസ് ബോർഡിൽ ഇങ്ങനെ എഴുതി, ജോണിക്കുട്ടി ദ ഗ്രേറ്റ്.